ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുക്ക് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഇത്താടെ മോളാണ്. ആൾ എന്നെ ചാലഞ്ച് ചെയ്യുമ്പോഴുള്ളൊരു എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളാണ്, എൻ്റെ പാർട്ട്ണറായിട്ട് ഇരിക്കുന്ന ആളാണ്. അതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം ഇതിൽ ഇന്ന് അവളെ കാണിക്കുന്നില്ല കേട്ടോ. ഈ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചത് കാരണം മുന്നേ അവൾ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ കഴിച്ച് ഇഷ്ടപ്പെട്ട, എൻ്റെ മോൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, കാരണം കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സംഭവമാണിത്. ഞാൻ ഇതുവരെ പേര് പറഞ്ഞില്ല അല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റ്സിൻ്റെ പേരാണ് ലുക്കി മാത്ത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പറയാട്ടാ, നമ്മളങ്ങനെയാണ് പറയുന്നത്. ഇതൊരു അറബിക് സ്വീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ആൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് റെസിപ്പി ഷെയർ ചെയ്തുകൂടാന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ തന്നെ എല്ലാം പറയാം, ഡീറ്റെയിലൊക്കെ ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ലുക്കി മാത്തൊക്കെ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ലുക്കി മാത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് അത്ര വലിയ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ, എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ആളത്ര വലിയ ആളൊന്നുമല്ല, 9th പഠിക്കുന്ന ആളാണ്. അപ്പോൾ അത്രക്ക് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി നോക്കിയതും അങ്ങനെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ലുക്കി മാത്ത്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചിരുന്ന സമയം കളയുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മൈദ, ഈസ്റ്റ്, പഞ്ചസാര, കോൺഫ്ലോർ, ഇത്രയാണ് കേട്ടോ വേണ്ടത്. കുറച്ച് ഉപ്പും കൂടി, ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണം കേട്ടോ, അതിൽ കാണിച്ചിട്ടില്ല. ഫസ്റ്റ് നമ്മളൊരു ബോളിലോട്ട് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ ഈസ്റ്റ് ഇല്ല, തരിയായിട്ടുള്ള അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതാണ് ഏറ്റവും നല്ല ഈസ്റ്റ് കേട്ടോ. അപ്പോൾ അതന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പഞ്ചസാര ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. 2 പഞ്ചസാരയും ഈസ്റ്റും കൂടിയിട്ട് കുറച്ച്, അതായത് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. ആ വെള്ളത്തിൽ രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. പിന്നെ നമ്മൾ അതിലോട്ട് മൈദ ഇട്ട് കൊടുക്കണം കേട്ടോ. മൈദ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ നോർമൽ വാട്ടറാണ് കേട്ടോ ഇതിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇതൊരു 1/4 ഗ്ലാസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു തിക്ക് ബാറ്ററാണ് കേട്ടോ ആക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതേ ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കാണിക്കുന്ന ആ ഒരു അളവിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇത്താടെ മോളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് താന്നു പോയത്. ഞാൻ ശേഷം ഇതേ ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലാം ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ആ ഒരു പൊന്തി വന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് ഒരു പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഒരു ബോൾസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ അധികമൊന്നും കറക്റ്റ് ബോൾസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിലൊന്നും കാര്യമില്ല കേട്ടോ, നമുക്ക് സാധനം അടിപൊളി ചെയ്യാൻ മതിയല്ലോ. അപ്പോൾ ഇതേ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ശരിക്കും ഡേറ്റ് സിറപ്പൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഞാൻ ഇതിലോട്ട് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഒരു ബോൾ പഞ്ചസാര പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം ബൗളിൽ തന്നെ അത്രയും വെള്ളം എടുത്ത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ലുക്കി മാത്ത് എടുത്ത് ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഷുഗർ സിറപ്പ് ഒന്ന് അതിൻ്റെ മേലോട്ട് ഒഴിക്കാം. ഇങ്ങനെ ഒരു സ്പൂണിൽ കുറച്ചെടുത്ത് ഇങ്ങനെ അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതല്ലെങ്കിൽ നമുക്ക് ആ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കോരി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഷുഗർ സിറപ്പ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ മേലെ കുറച്ച് എള്ളും കൂടി ഇടാം. ഞാൻ സാധാരണ ഇത്തടെ മോൾ ഉണ്ടാക്കുമ്പോൾ അവൾ ഇടാറുണ്ട് എള്ള്. അതൊരു ഭംഗിയും ഇടയ്ക്കൊരു കടിക്കാനും കിട്ടുമ്പോൾ ഒരു രസമാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ.
അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇതിൻ്റെ ആ ഒരു ക്രിപ്സ്നെസ് സൗണ്ട് കേൾക്കാനുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഒരു ക്രിപ്സും പുറത്തെ ഒരു ക്രിപ്സ്നെസ്സും ഉള്ളിൽ ആ ഒരു സോഫ്റ്റും രസമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടും രണ്ട് ടേസ്റ്റാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോഴാണ് കേട്ടോ. ഡയറി മിൽക്കൊക്കെ ഒന്ന് മെൽറ്റാക്കി ഒഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു സ്വീറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം, ധൈര്യപൂർവ്വം ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്വീറ്റ്സ് തന്നെയാണെന്ന് വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലുമായിട്ട് കാണാം. അതായിരിക്കും ബൈ.